Morning, ma'am. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീജ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. റവീന്ദ്ര ട്രെയിനിലെ 11ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ലേൺ ഫ്രം ഫെയിലിയർ ആണ്. പരാജയം പാഠമാക്കുക എന്നതാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ശരിക്കും പരാജയത്തെ അല്ല. പരാജയം എന്നൊരു കാര്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ പല തരത്തിലുള്ള വ്യത്യാസം, ഭാവവ്യത്യാസം, അതുപോലെ തന്നെ എന്തൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പരാജയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാറ്. പക്ഷെ പരാജയം എന്നത് ശരിക്കും ഒരു തോൽവി എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം. ഒരു പരാജയം എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോ നമുക്ക് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നോർത്ത് മരണത്തിലേക്ക് വരെ നമ്മൾ പോവാറുണ്ട്. എന്തൊരു കാര്യത്തിലായിരുന്നു നമുക്കൊരു റിസൾട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന നമ്മുടെ റിസൾട്ട് വരുമ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര വിജയം നമ്മളിലേക്ക് ഇല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം തീർന്നു, ഇനി ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് പോവാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറാറുണ്ട്. സമൂഹത്തിലെ ഓരോരുത്തരും അതിലേക്ക് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ് എന്താണ് പരാജയം. നമ്മളെപ്പോഴും ഏതൊരു മനുഷ്യനും അങ്ങനെ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടാനോ അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു പരാജയപ്പെട്ടൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ പറയുന്നതോ കേൾക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. ഞാനടക്കം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളല്ല. പരാജയം എന്നാല് ശരിക്കും ഒരു പാഠമാണ് എന്നുള്ളത് ഞാൻ ഒരു പുസ്തകം വായിക്കുകയും മാത്രല്ല, എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഉൾക്കൊണ്ട വലിയൊരു പാഠം തന്നെയാണ്. നമുക്കറിയാം, പരാജയത്തിന്റെ ആ ഒരു കയ്പ് ആവുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിജയത്തിന് ഇരട്ടി മധുരാണ്. അപ്പോഴാണ് ശരിക്കും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു വിജയത്തെ കൊണ്ടെത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ ഒരു പരാജയത്തെ നമ്മൾ പക്വതയോടെ സമീപിക്കുക, അത് വിജയത്തിന്റെ ആദ്യ പടിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും ഏറ്റവും വലിയ ഇന്ന് നമുക്ക് പ്രചോദനമാകുന്ന പലരും നമ്മൾ നോക്കിക്കാണുമ്പോൾ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തി. അവരെന്താണ് ആഗ്രഹിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തി, ആ ലക്ഷ്യം പൂർത്തീകരിച്ച് മുന്നോട്ട് വന്ന് ഏറ്റവും ശക്തിയോടെ ഏറ്റവും ഊർജസ്വലരായിട്ട് നിൽക്കുന്നവരാണ്. നമ്മള് ഏറ്റവും കൂടുതൽ കളികളിൽ ഇഷ്ടപ്പെടുന്ന വലിയൊരു കാര്യമാണ് ക്രിക്കറ്റ്. പ്രത്യേകിച്ച് ഞങ്ങള് മലപ്പുറക്കാരൊക്കെ ഫുട്ബോളിനെ കൂടുതൽ പ്രേമിക്കുന്നവരുമാണ്. ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടാന്നുള്ളത് അതിൻ്റെ ഒരു
ഇന്ത്യൻ ടീമിലെ ഒരു ക്രിക്കറ്റ് താരമായിരുന്നു സൗരവ് ഗാംഗുലി. അദ്ദേഹത്തിന്റെ ചെറിയൊരു കാര്യം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു പരാജയത്തെ അദ്ദേഹം മനസ്സിലാക്കി ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തി ഇന്ന് ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന്റെ അംബാസിഡർ വരെ ആയിരിക്കുന്ന ആളായി മാറിയതെന്ന് നമുക്ക് നോക്കാം. മോശമായ പ്രകടനത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് സൗരവ് ഗാംഗുലി. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും കളിയുടെ മോശമായ പ്രകടനം കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റവും ശക്തിയോടെ ഏറ്റവും കൂടുതൽ കരുത്തോടു കൂടി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. ഈ ഒരു അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തോട് പലരും അതിനെ പുച്ഛത്തോടെ കണ്ടു. ഇത്രയും മോശം പ്രകടനം കാഴ്ചവെച്ച താങ്കൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ ഇനി ഒരു യോഗ്യതയില്ല എന്ന് എഴുതി തള്ളപ്പെട്ടു. പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവര് വരെ, ആ ഒരു കളിയോട് ഇഷ്ടമുള്ള ആളുകൾ വരെ ഒരു സമയത്ത് പുലിയെ തള്ളി പറഞ്ഞുള്ളതാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പുറത്തു പോവുകയും വീണ്ടും നല്ല പരിശീലനത്തിലൂടെ അദ്ദേഹത്തിന് എവിടെയാണ് പിഴച്ചത്, എന്റെ കളിക്ക് എവിടെയാണ് പിഴച്ചത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല പരിശീലനത്തിലോടുകൂടി അദ്ദേഹം വീണ്ടും തിരിച്ചെത്തണം. അദ്ദേഹം ആ കളിക്കളം വിടുന്ന സമയത്ത് മുഖത്ത് മുഴുവനും ഭയങ്കര പ്രതീക്ഷയില്ലായ്മയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നോക്കുന്നത് താഴോട്ട് മാത്രം, തല ഉയർത്തി നിന്നും നോക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റില്ല. ആ രീതിയിലായിരുന്നു അദ്ദേഹം കളിക്കളം വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എന്റെ പിഴവുകളെ മനസ്സിലാക്കി പരിശീലനത്തിലൂടെ അദ്ദേഹം വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. ഏറ്റവും നല്ല കളികളുമായിട്ട് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഈ ഒരു കളി വിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിയുന്ന വാർത്താ മാധ്യമങ്ങള്, അതുപോലെ തന്നെ കളികളെ കുറിച്ച് എഴുതുന്ന എഴുത്തുകാര്, എന്തിനേറെ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച പരിശീലകൻ വരെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇനി നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ആത്മവിശ്വാസം തിളങ്ങുന്ന കണ്ണുകളായിട്ട് പ്രശാന്തമായ മുഖത്തോടെ ഉല്ലാസപൂർവ്വം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്താണ്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്, പരാജയം വിജയത്തിന്റെ പാഠമാകുന്ന ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ഇവിടെ കാണാൻ പറ്റിയത്. ഇങ്ങനെ ഇത് മാത്രല്ല, എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിജയം പരാജയം ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ, വിജയം ഇല്ലെങ്കിൽ പരാജയം ഇല്ല, പരാജയം ഇല്ലെങ്കിൽ വിജയം ഇല്ല എന്നുള്ള നമ്മുടെ ജീവിതത്തിലായാലും നമ്മൾ സമീപിക്കുന്ന ഏതൊരു മേഖലയായാലും നമുക്ക് അവിടെ
ആദ്യപടി ഒരു പക്ഷേ ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ അത് ചോദിക്കാൻ വിട്ടുപോയി. കേൾക്കുന്നുണ്ട്. ആരോ ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ സംസാരിക്കുമ്പോ തന്നെ ആരോ ഒരാള് മൈക്ക് ഓൺ ആക്കിയത് കൊണ്ട് തന്നെ അത് ചെറിയൊരു, എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ഓഫാക്കാവോ? ഇനി ഞാന് എന്റെ ചെറിയൊരു അനുഭവം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. കാരണം എല്ലാ കാര്യത്തിലും, ഞാൻ പറയുന്ന ഓരോ കാര്യത്തിലും എനിക്ക് അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്ന കാര്യം പൂർണ്ണമാകുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാന് എൻ്റെ നമ്മുടെ 10ാം ക്ലാസ്, അന്നത്തെ ആ ഒരു 10ാം ക്ലാസ് ശരിക്കും ആദ്യ പരീക്ഷയിൽ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ വർഷത്തിൽ ഞാൻ ശരിക്കും തോറ്റുപോയിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റും ലാംഗ്വേജും ആണ് നമുക്ക് 2 പാർട്ടായിട്ട് അന്ന് ഉണ്ടാവുക. ലാംഗ്വേജിലായിരുന്നു എനിക്ക് സംഭവിച്ചത്, പരാജയം സംഭവിച്ചത്. അതും ഏറ്റവും രസകരമായത് നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ആയിരുന്നു. അന്ന് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിക്കും, നമ്മുടെ എല്ലാ സാമ്പത്തിക സ്ഥിതിയും എല്ലാം നമുക്ക് വളരെ വളരെ മോശമായ അവസ്ഥയാണ്. വീട്ടിലെ അവസ്ഥ എല്ലാം വളരെ മോശമാണ്. പക്ഷെ പഠിക്കുക എന്നുള്ളതും ആ പഠനത്തോടു കൂടി മുന്നോട്ട് പോയി നല്ലൊരു കാര്യത്തിലേക്ക് എത്തുക എന്നതൊക്കെ നമ്മൾ ഓരോ കാര്യത്തിലും ആഗ്രഹിക്കുന്നതായിരുന്നു. എന്താഗ്രഹിച്ചാൽ നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ച കാര്യലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 10ാം ക്ലാസ് പാസ്സാവുക തന്നെ വേണം. ആ ഒരു സമയത്ത് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമം വന്നു. നമ്മളെ കൂടെയുള്ള എല്ലാവരും പാസ്സായി, നമുക്കത് നേടാൻ പറ്റില്ല എന്നുള്ളത്. അന്ന് നമുക്ക് ഇത്രയും മോട്ടിവേഷനോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല, നമുക്ക് അത്രയും വിവരമുള്ള ആളുകൾ നമ്മളെ കുടുംബത്തിലില്ല. പക്ഷെ വിവരം കുറഞ്ഞ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോ എന്നെ പഠിപ്പിച്ചിരുന്ന HM പഠിക്കും എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഒറ്റ പ്രാവശ്യം കൂടി എക്സാം എഴുതണം, തീർച്ചയായിട്ടും ശ്രീജയ്ക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും പഠിച്ചു, നല്ല മാർക്കോട് കൂടി 2ാമത് പാസ്സായി. അന്ന് +1 +2 ഒന്നല്ല, പ്രീ ഡിഗ്രി ആണ്. അതിനെ അപേക്ഷിച്ചു, കോളേജിൽ നിന്ന് ലെറ്റർ വന്നു. അപ്പത്തേക്ക് അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് കല്യാണം എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞു. ഇവിടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ മകരുമായി അംഗൻവാടി പോകുന്ന സമയത്താണ്, ഒരു മീറ്റിംഗ് സമയത്താണ് അവര് പറയുന്നത്, 10ാം ക്ലാസ്സിൽ പാസ്സായ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ജോലിയുണ്ട്, താൽക്കാലിക ജോലിയുണ്ട്. അന്ന് ഇരിക്കുന്ന അമ്മമാരിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തി ഞാൻ മാത്രം. അങ്ങനെ താൽക്കാലിക ജോലി എനിക്ക് കിട്ടുകയും പിന്നീട് അതിൽ നമ്മൾ നല്ല രീതിയിൽ അംഗൻവാടി ടീച്ചർ എന്ന ആൾക്കുള്ള ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സാവുക എന്നത് മാത്രമാണ്. ആ ജോലി കിട്ടുകയാണ് ചെയ്തത്. പക്ഷെ ആ ഒരു ശരിക്കും മുന്നോട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്നില് അസ്തമിച്ചിട്ടില്ലായിരുന്നു. മുന്നോട്ട് തന്നെ എന്നെ തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. പലതും കാണുമ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ പഠിക്കുന്നതും നമ്മളെ കൂടെയുള്ള ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്കൊരു ഓപ്പൺ ഡിഗ്രി എഴുതാൻ പറ്റുന്ന ഒരു
വാർത്ത ഞാൻ പത്രത്തിൽ വായിക്കുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിന് അപേക്ഷിക്കുകയും ഡിഗ്രി അപേക്ഷിച്ചു. ആദ്യം എൻട്രൻസ് എഴുതി പാസ്സായി. നമുക്ക് ഡിഗ്രി പരീക്ഷ എഴുതി. അപ്പൊ ശരിക്കും ഭയങ്കര സന്തോഷായിരുന്നു. ആ ഒരു പരാജയത്തിൽ നിന്നാണ് കൂടുതൽ എന്നെ മുന്നോട്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, ഞാൻ എവിടെയാണ് പിഴച്ചത് എന്നുള്ളത്. നമ്മൾ ശരിക്കും നമ്മുടെ കുട്ടികളായാലും നമ്മളായാലും എന്ത് കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് എനിക്ക് എവിടെയാണ് പിഴച്ചത്, ഞാൻ എവിടെയാണ് ക്ലിയർ ആക്കേണ്ടത്, എന്തിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരാളായിട്ട് ഏറ്റവും നല്ല മികച്ച പ്രകടനം തന്നെ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. എൻ്റെ എല്ലാ മേഖലകളും വേണ്ട, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വരെ ശരിക്കും വലിയൊരു പ്രാക്ടീസാണ്. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര തന്നെയാണ്. ആ ഒരു ഡിഗ്രിയിൽ എനിക്ക് 1-2 പേപ്പർ പോയിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും എഴുതിയെടുക്കും. കാരണം അംഗൻവാടി ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളെ ഈ ഒരു കുഞ്ഞു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന മേഖല മാത്രല്ല, വേറെ കുറെ സേവനങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. ഒരു കാര്യം മാത്രല്ല. അപ്പോ ആ ഒരു തിരക്കിനിടയിലും നമ്മുടെ കുടുംബത്തിലെ തിരക്കിനിടയിലും പല ബാധ്യതകൾ എന്നിൽ ഉണ്ടായിട്ടും ഞാൻ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. അങ്ങനെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റി. കാരണം നമുക്ക് പറ്റും എന്നുള്ള കാര്യത്തില് ചെയ്യാൻ കഴിയണം. അതില് അവിടെ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ എനിക്കിത് കഴിയൂല, ഇതിൽ ഞാൻ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെടും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നും അതല്ല ഞാൻ ചിന്തിച്ചത്. എനിക്കത് പറ്റും, എനിക്ക് ചെയ്യാൻ കഴിയും, അത് ഞാൻ ട്രൈ ചെയ്യണം. ശരിക്കും നമ്മളെപ്പോഴും പറയണം പ്രാക്ടീസ് 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 എന്നാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഒരു ഫെയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണല്ലോ ഫെയിൽ. നമ്മൾ ആ ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അല്ലാതെ ഒരു ഫെയിൽ എന്ന് കേൾക്കുമ്പോൾ തീർന്നു എന്നുള്ളതല്ല. നമുക്കറിയാം നമ്മുടെ APJ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്ററായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അദ്ദേഹം ആഗ്രഹിച്ചത്, അത് എത്തിപ്പിടിച്ച എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മഹാനായ വ്യക്തിയാണ് APJ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടാണ്. അദ്ദേഹം പരാജയത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും നമ്മൾ ഭയക്കരുത് എന്നാണ്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ്, അല്ലെ? അപ്പോ ഒരു സീറോ എന്നൊരു ആ കാര്യത്തില് നമ്മൾ വലത്തോട്ട് ഒന്നിനെ എഴുതി അതിനെ വലത്തോട്ട് സീറോ കുറെ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യ, ഇടത്തോട്ട് കൊടുക്കുമ്പോൾ അതിന് മൂല്യം കുറവാണ്. അപ്പോ ആ ഒരു നമ്മുടെ കണക്ക്, നമുക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ എങ്ങനെ തുടങ്ങണം, എല്ലാത്തിനും നമ്മൾ കണക്ക് തന്നെയാണ് നമ്മളെ ജീവിതത്തിലുള്ള കാര്യം. അപ്പോ അത് തുടങ്ങുന്നത് പോലും ഒരു സീറോയിൽ നിന്നാണ്. അപ്പോ ഒരിക്കലും നമ്മൾ സീറോ അല്ല. പരാജയം എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സീറോ ആണ്. ഞാൻ വെറും സീറോ ആണ്, എനിക്കൊന്നും പറ്റൂല, എനിക്കൊന്നും കഴിയൂല, ഇതൊക്കെയാണ് നമ്മളെപ്പോഴും പറയാറ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം പരാജയം എന്നല്ല, ജയം എന്നാണ്, അല്ലെ? അപ്പോ ആ ഒരു പരാജയത്തെ നമ്മൾ വെറും ഇല്ലായ്മ ആക്കി കാണാതെ, അല്ലെങ്കിൽ തോൽവിയായി കാണാതെ അതിനെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട്, അതിൽ നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. എൻ്റെ പരാജയത്തിൽ നിന്ന് ഞാൻ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും നോക്കാറ്. അതിലെനിക്ക് നല്ല ആ ഒരു വിജയത്തിന്, അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിജയത്തിനുണ്ടല്ലോ
ഒരു ഈ ഇരട്ടി മധുരം തന്നെയാണെന്ന് പറയുമ്പോൾ ഭയങ്കര മനസ്സ് ഭയങ്കര സന്തോഷായിരിക്കും, ഭയങ്കര ഉന്മേഷായിരിക്കും. എന്താന്നില്ലാത്തൊരവസ്ഥയാണ് ആ ഒരു പരാജയത്തിൽ നിന്ന്. കാരണം അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു വിജയത്തിലേക്ക് എത്തുന്നത്. ആ ഒരു പരാജയപ്പെട്ടതിന് ശേഷം അപ്പൊ നമുക്ക് എന്താ നല്ല തലയെടുപ്പോട് കൂടി നമ്മളെ കളിയാക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്ന് എഴുതി തള്ളിയവരുടെ മുന്നിൽ നമുക്ക് തല നിവർത്തി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വിജയത്തെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോ നമുക്കെല്ലാവർക്കും വിജയമുണ്ടെങ്കിൽ എന്തായാലും അതിലൊരു പരാജയം ഉണ്ടാവും. ആ വിജയത്തിന്റെ പിന്നിൽ ഒരു പരാജയം വരുമ്പോൾ മാത്രമാണ് നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഇതുവരെ ഞാൻ ഇരിക്കുന്ന ഓരോ കാര്യത്തിലും, എൻ്റെ ജീവിതമായാലും എൻ്റെ കുടുംബമായാലും എൻ്റെ ജോലി സ്ഥലമായാലും എല്ലാം എല്ലാത്തിൽ നിന്നും പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്രാജഡി ആയിട്ടായിരുന്നു എൻ്റെ ജീവിതം. ഭയങ്കര ലൈഫൊക്കെ ഭയങ്കരമായിരുന്നു. കുടുംബജീവിതം ജീവിക്കാൻ പോലും താല്പര്യമില്ല എന്ന് വരെ എൻ്റെ മനസ്സിനോട്, അല്ലെങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ ഒരു ജീവിതം വെറുതെ മുന്നോട്ട് നയിക്കുകയാണെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഇതേപോലുള്ള പലരുടെ വാക്കുകൾ നമ്മൾ വായിക്കുന്നത്, പലതും കേൾക്കുമ്പോഴും എല്ലാം നമ്മളെ പിന്നെയും പിടിച്ചു നിർത്തിക്കൊണ്ട്, അല്ല, ജീവിതത്തില് പരാജയം ദൈവം നമുക്ക് തരുമ്പം ആ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ ഇങ്ങനെ ദൈവം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ആ പരീക്ഷണം തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് വരും എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാനാണ് നമുക്കൊരു ആദ്യം പരാജയം തന്നെ നമ്മളെ ചില സമയങ്ങൾ തളർത്തും തന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ ഏകദേശം ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നമുക്ക് എത്തിപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അതിനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടെ കലാംജി പറഞ്ഞ മാതിരി ഒരിക്കലും പരാജയം എന്നത് നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക, അതിനെ പഠിക്കുക, പഠിച്ചുകൊണ്ട് അത് മുന്നിലേക്ക് വരിക, ആ വിജയത്തെ എത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരും, ഞാനടക്കമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ലേൺ ഫ്രം ഫെയിലിയർ എന്ന ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും നമുക്ക് ശക്തി പകരാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. എന്താണ് എനിക്ക് പറയാനുള്ളത്? നിങ്ങൾ പറയുമ്പോൾ അടുത്തൊരു സെക്ഷൻ എനിക്ക് കൂടുതലൊന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കായി നിങ്ങളെ മുന്നിൽ വന്നത്. അപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും നന്നാവും എന്ന് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ഏറ്റവും നമ്മുടെ ജീവിതത്തിലും അത് മനസ്സിലാക്കാൻ ഒരു അവസരമായിരുന്നു. അതെ അതെ, താങ്ക് യു മാം.
ഇനി ഒന്നും പറയാനില്ലെങ്കിൽ സുജന. ശ്രീജ മാം, ഇങ്ങനെ ഇരുന്ന് പോയിട്ടാ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കേട്ടപ്പോഴൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ മാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.